കേരളത്തിലെ ഈ പ്രശ്നങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും എല്ലാം മറക്കാൻ വേണ്ടി അല്പനേരം സിനിമ കാണാമെന്ന് വിചാരിച്ചാൽ അവിടെയും പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇഷ്ടത്തോടുകൂടി കണ്ട പല സിനിമകൾക്കും വേണ്ടി പണം മുടക്കിയ പ്രൊഡ്യൂസർമാരിൽ ചിലർ പറ്റിക്കപ്പെടുകയാണ്. മഞ്ഞുമൽ ബോയ്സിൽ അങ്ങനെ വലിയൊരു ആരോപണം വരികയുണ്ടായി. അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിറകെ RDX സിനിമയ്ക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നിരിക്കുന്നു. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്നാരോപിച്ച് തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന എബ്രഹാമാണ് പരാതി നൽകിയിരിക്കുന്നത്. നിർമ്മാതാക്കളായിട്ടുള്ള സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നീ 2 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. RDX സിനിമയ്ക്കായി 6 കോടി രൂപ നൽകിയെന്നും 30% ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നതെന്നും പരാതിയിൽ പറയുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിലാണ് അഞ്ജന പരാതി നൽകിയിരിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിന് മുൻപായി നിർമ്മാതാക്കൾ 13 കോടി രൂപയാണ് സിനിമയുടെ ബജറ്റ് എന്ന് പറഞ്ഞിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി 6 കോടി നൽകാനായിരുന്നു ആവശ്യം. 70:30 അനുപാതത്തിലായിരിക്കും ലാഭവിഹിതമെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെ ചെലവ് 23 കോടിയിലധികമായെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ഇൻവെസ്റ്റ്മെന്റ് തുകയായ 6 കോടി പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് തിരിച്ചു നൽകിയത്. നിരന്തരമായി ലാഭവിഹിതം ആവശ്യപ്പെട്ടപ്പോൾ 3 കോടി തരാമെന്ന് പറയുകയും ചെയ്തു. അതിനു പിന്നാലെ സിനിമയുടെ ചെലവ് വരവ് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാനാവില്ലെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. താൻ തേർഡ് പാർട്ടിയാണെന്നും അത്തരമൊരാൾക്ക് സാമ്പത്തിക കണക്കുകൾ നൽകേണ്ടതില്ലെന്നുമാണ് നിർമ്മാതാക്കൾ പറഞ്ഞതെന്നും അഞ്ജനയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കി ഇരട്ടിയിലേറെയായി പെരുപ്പിച്ചു കാണിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.